ഗുഡ് മോർണിംഗ്. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം. നിങ്ങൾക്ക് ആവശ്യമായ റീഡിങ് കമൻ്റായി പറയാം. ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതാണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഞാൻ പറയട്ടെ, നമ്മളിവിടെ ഒരു ഏഞ്ചൽ മെസ്സേജുകൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നിങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എന്താണ് ഡിവൈൻ നൽകുന്ന അല്ലെങ്കിൽ ഏഞ്ചൽസ് മാലാഖമാർ നൽകുന്ന ഒരു ഗൈഡൻസ് എന്താണ് അല്ലെങ്കിൽ ഒരു വാണിംഗ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഏഞ്ചൽസിനോട് ചോദിക്കാം. നമുക്ക് അവസാനമായിട്ടാണ് വീഡിയോയിൽ അത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ റെഡിയായി ഇരിക്കുക. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഒരു ഏഞ്ചൽ മെസ്സേജ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം. മൂന്നാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്താണ് ഏഞ്ചലിനോട് ചോദിക്കാനുള്ളത് എന്നതുമാണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമ്മൾക്കിവിടെ വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. റീഡിങ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, കരിയർ പരമായിട്ട്, അതായത് ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇന്ന് ആ കാര്യത്തിന് നിങ്ങളിനി പുറത്തു പോകുന്ന കാര്യമായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, എന്ത് കാര്യമാണേലും കരിയർ സംബന്ധമായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു ബിസിനസ് തന്നെ ആയിക്കോട്ടെ, ആ കാര്യം ഇന്ന് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യം മൂവ് ഓൺ ചെയ്യാൻ, അതായത് അത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കിന്ന് സാധിക്കുമെന്നും അതിൽ നല്ലൊരു സക്സസ്, ഏസ് ഓഫ് സോർട്സ് ആണ്. ആ ഒരു നല്ലൊരു വിജയം, ഒരു രാജകീയമായ വിജയമാണ് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിന് വരാൻ പോകുന്നെന്നും നല്ല സ്ട്രെങ്തോടുകൂടി, നല്ല ശക്തിയോടുകൂടി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ യാത്ര കറക്റ്റായ രീതിയിലാണ്. നിങ്ങൾ പോകുന്ന ഈ സ്പീഡ്, നിങ്ങൾ എങ്ങോട്ടാണോ മൂവ് ഓൺ ചെയ്യുന്നത്, നിങ്ങളുടെ ഈ തേര് ഓടിച്ചുകൊണ്ട് പോകുന്നത് അത് കറക്റ്റായ ദിശയിലാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു നഷ്ടപ്പെട്ട ഒരു അവസാനം, ഒരു ഡെത്ത് സംഭവിച്ച ഒരു കാര്യം ഇന്ന് നിങ്ങൾക്കത് ബാലൻസിൽ കൊണ്ടുവരാം. നിങ്ങളതിന് ഒരിക്കലും ലഭ്യമാകില്ല എന്ന് ചിന്തിച്ച എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ബാലൻസിലാക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിന്ന് ഒരു പുതിയൊരു തുടക്കമുണ്ട്. കരിയർ സംബന്ധമായി നിങ്ങൾ തീരുമാനിച്ചൊരു കാര്യത്തിന് നിങ്ങൾക്കൊരു മൂവ് ഓൺ നടക്കുന്നുണ്ട്, അതായത് അത് നടപ്പിലാവുന്നുണ്ട്, അതൊരു സക്സസ് ആവുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല സ്ട്രെങ്തോടു കൂടിയുള്ള മൂവ് ഓണിങ് ആണ്. അതായത് ഇന്നത്തെ ദിവസം പൂർണ്ണമായി നിങ്ങൾക്ക് നല്ല ശക്തിയും സ്ട്രെങ്തുമാണ്. അതായത് നിങ്ങൾക്ക് ഭയമില്ലാത്ത ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മൾ അവസാനിച്ചു, ഇനി അതിനൊരു തുടക്കമില്ല, ഇനി അതില്ല എന്ന് ചിന്തിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ബാലൻസിൽ വരികയാണ്. നിങ്ങളുടെ ബാലൻസിൽ, അതൊരു ഭൂതകാലത്തിൽ, അതായത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ഒരു ബാല്യകാലം, അങ്ങനെ ഒരു ഭൂതകാലത്തിൽപ്പെട്ട ഒരു കാര്യത്തെ ഇന്ന് നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ കൈകളിൽ അത് സുരക്ഷിതമാകുന്ന ദിവസമാണ്. ഇന്ന് ആ ഒരു പ്രശ്നത്തെ, അങ്ങനെ നിങ്ങളുടെ ഒരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഇന്നൊരു ചെറിയ ഭയം, കരിയർ സംബന്ധമായ കാര്യത്തിന് നിങ്ങൾക്കുണ്ടായ ഒരു വിജയത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്തൊരു ദിവസമായിട്ടും കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്തോ നിങ്ങൾ വിജയിച്ചു, നിങ്ങൾ വളരെ എക്സ്പീരിയൻസോടുകൂടി ഒരുപാട് കോൺഫ്ലിക്റ്റും ഒരുപാട് ത്യാഗവും ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിജയം കരസ്ഥമാക്കി. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം നിൽക്കുന്നുണ്ട്. ഇനിയും ആ പഴയ അവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇനിയും ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ ഒരു ചീറ്റിങ്ങും പ്രശ്നമൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന കാര്യം വീണ്ടും വരുമോ എന്ന ഒരു ചെറിയ ഉൾഭയം, അല്ലെങ്കിൽ ഒരു നഷ്ടം, ഇനിയും ഞാൻ ഈ വിജയിച്ച
വിജയിച്ച് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നു, ഇന്ന് ഞാൻ വിജയിച്ചു എന്ന ഒരു സ്ട്രെങ്തോടുകൂടി ശക്തിയോടുകൂടി നിൽക്കുന്നു. പക്ഷെ നാളെ എനിക്ക് വീണ്ടും ആ അവസ്ഥ തന്നെ ആയിരിക്കുമോ വരുന്നേ എന്നൊരു ഭയം വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടാണ്, ഒരു വിജയത്തിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ആസ്വദിക്കുന്നത്. അതായത് നല്ല ക്വിക്ക് ആക്ഷൻ എടുത്തു. നിങ്ങൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിന് ഒരു ക്വിക്ക് ആക്ഷൻ, ചിലപ്പോൾ ഒരു വ്യക്തിയോട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചതിന് നിങ്ങൾക്ക് വിജയം കിട്ടി. പക്ഷേ നിങ്ങൾക്കൊരു ഉൾഭയമുണ്ട്, ഇനി അത് വീണ്ടും പഴയ പോലെ വരുമോ, പഴയ പോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയമുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇന്ന് കാണിച്ച സ്ട്രെങ്ത്, ഇന്ന് കാണിച്ച ശക്തി, ഇന്ന് കാണിച്ച ബാലൻസോട് കൂടി തന്നെ പോക്കും. മെജീഷ്യനാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. മെജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സ്കിൽസും ഉപയോഗിച്ചോളുക കേട്ടോ. കരിയറിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പവർഫുള്ളാകുക, നല്ല മാനിഫെസ്റ്റേഷൻ ചെയ്യണം. അതായത് മാനിഫെസ്റ്റേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ ചമ്മണപ്പടി ഇട്ടിരുന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ മന്ത്രം ചൊല്ലുന്നതോ അല്ലെങ്കിൽ ധ്യാനിക്കുന്നതോ അല്ല മാനിഫെസ്റ്റേഷൻ്റെ മെയിനായിട്ടൊരു കാരണം പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തെ നമുക്ക് വേണമെന്ന്, നമ്മളൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ജോബ്, എന്ത് കാര്യമാണോ അത് നമുക്ക് സ്വന്തമായിട്ട് വേണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ അഗാധമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് മാനിഫെസ്റ്റേഷനായിട്ട് നടക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ഥലത്ത് നമ്മളൊരു 2-3 മണിക്കൂർ ഇരുന്ന് ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ മാനിഫെസ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നേടിയെടുക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത്, ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ 24 hours നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ ശത്രുക്കളെ, നമ്മളെ ദ്രോഹിച്ചവരെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്തേക്കുക. നമ്മളെ പിന്നീന്ന് പലരും കുത്തിയിട്ടുണ്ടാവും, അതൊക്കെ അവോയ്ഡ് ചെയ്തങ്ങ് കളഞ്ഞിട്ട് നമ്മൾ എന്താണോ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് എവിടെയാണോ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് എവിടെയാണോ വിജയം വേണ്ടത്, നമ്മൾ എന്ത് കാര്യമാണോ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ്സും നമുക്കൊരു ഇമോഷണലി സപ്പോർട്ടും പവറും ഒക്കെ കിട്ടുന്നത്, ആ കാര്യം നമ്മളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ അങ്ങനെയാണ്, എനിക്കത് കിട്ടും എന്നിങ്ങനെ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ പോലും നിങ്ങൾ ഉറങ്ങിപ്പോകുമ്പോഴും ആ ഒരു ആഗ്രഹത്തെ ശരിക്കും അഗാധമായി നമ്മുടെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങൾ ഉറങ്ങി ഉണരുന്നതുവരെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയുക പോലും ചെയ്യുന്നില്ല. എന്തിനാണ് നമ്മൾ അവിടെ പോയി മണിക്കൂറുകളോളം ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ജോബുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പ്ലസ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളിവിടെ അതുപോലെ സ്ട്രെങ്ത് ആയിക്കോളുക. നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾ ഉപയോഗിച്ചോളാനാണ് കേട്ടോ ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങളെ സ്ട്രെങ്ത് വിടരുത്, നിങ്ങളുടെ മനസ്സിൻ്റെ പവർ വിടരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഫാമിലിയിലോ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടൊരു ചെറിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, അതൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, എന്തോ ഒരു കണ്ണ് കെട്ടിപ്പോയി, അത് ചെയ്തതിന് വന്നൊരു മിസ്റ്റേക്കാണ് അതിന് കാരണം. ഒരു ബർഡൻ ചുമക്കേണ്ട വന്നു നിങ്ങൾക്ക്. അതായത് കരിയർ സംബന്ധമായിട്ട് തന്നെ ഒരു അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചു. അതിൻ്റെ പേരിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഡീൽ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോടൊത്ത് 4 of Wands ആണ്. വളരെ ഹാപ്പിനെസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. വളരെ ഹാപ്പിയായൊരു ദിവസമാണ്. ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അത് ഉണ്ടാവുന്നുണ്ട്, അത് അതുപോലെ തന്നെ മാഞ്ഞു പോകുന്നുണ്ട് നമുക്ക് 4 of Wandsലൂടെ. പിന്നെ 6 of Wands ആണ്, നമുക്ക് വിജയമാണ്. ആ കോൺഫ്ലിക്റ്റിൽ നമുക്ക് ശക്തമായൊരു വിജയമാണ് വരുന്നത്. പിന്നെ പൈസയെക്കുറിച്ചൊരു ചെറിയ മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ട്. ഒരു വിജയമാണ് നമുക്കിന്ന്. ഏസ് ഓഫ് സോഴ്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്കവിടെ ഒരു വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു മെസ്സേജ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്നും, എൻ്റെ ഈ 3-4 ദിവസത്തെ റീഡിങ്ങിൽ എനിക്ക് ഒരിക്കലും ഒരു നെഗറ്റീവായൊരു ബ്ലാക്ക് മാജിക്കോ നിങ്ങളുടെ ലൈഫിൽ ഒരു തടസ്സമോ ഒന്നും ഞാൻ കാണുന്നില്ല. നമ്മളിലുള്ള ഒരു പ്രശ്നങ്ങളെ മാറ്റി നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്ന് തന്നെയാണ് കേട്ടോ നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റും ആ ഒരു ചെറിയ ഭയത്തെയും അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സക്സസ് ആണ്. വളരെ സന്തോഷവും സംതൃപ്തി
മഹത്വമാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലും കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഊണിലും ഉറക്കത്തിലും നമ്മളതിനെ മാനിഫെസ്റ്റ് ചെയ്തോളുക. 100% നിങ്ങളോട് എല്ലാ ദിവസത്തെ റീഡിങ്ങിലും വരുന്നുണ്ട്, അത് ഏഞ്ചൽ മെസ്സേജിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളതിനെ ആകർഷിച്ചെടുക്കുക എന്ന്. അതാണ് മെയിനായിട്ട് നമ്മൾക്ക് വേണ്ടത്. നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനൊപ്പം നമ്മൾ ഇമോഷണലിയും വർക്ക് ചെയ്യണം, ഒരു കാര്യം നമുക്ക് സ്വന്തമായി കിട്ടാനെന്ന് മനസ്സിലാക്കുക. നമുക്കിനി ഏഞ്ചൽ മെസ്സേജിലേക്ക് കടക്കാം. ഏഞ്ചൽ മെസ്സേജിൽ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം കേട്ടോ എന്ന്. എല്ലാവരും അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏഞ്ചൽ നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ എന്നാണ് ഏഞ്ചൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കാര്യത്തിന് അല്പം ക്ഷമ ആവശ്യമാണ്. ഏഞ്ചൽ നോ എന്ന് പറയുന്നില്ല, എന്നാൽ ഇപ്പോൾ നോ എന്ന് പറയുന്നു. ചില കാര്യങ്ങൾ നടക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നതാണെങ്കിൽ നമ്മളത് സഹിഷ്ണുതയോടെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അതായത് മറ്റുള്ളവരും അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കത് ലഭ്യമാകും, പക്ഷേ വെയിറ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് ദെയർ സംതിങ് ബെറ്റർ എന്നാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ മെച്ചപ്പെട്ടത്, അതൊരു വാണിംഗ് ആണ് കേട്ടോ, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് കേട്ടോ തരുന്നത്. ദെയർ സംതിങ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ മെച്ചപ്പെട്ടതായിട്ട് എന്തൊക്കെയോ ഉണ്ട്, നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. അർഹമായത് യൂണിവേഴ്സ് ആ സമയമാകുമ്പം നിങ്ങൾക്ക് നൽകിയിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് അർഹമായതെന്നും അതായിരിക്കും യൂണിവേഴ്സ് നൽകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾക്ക് അർഹമാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. അർഹമല്ലാത്തൊരു കാര്യം ആഗ്രഹിച്ചിട്ട് എനിക്ക് യൂണിവേഴ്സ് തന്നില്ല എന്ന് പറയും. അപ്പം നമ്മളത് ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മൾക്ക് അർഹമാണോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം നിങ്ങൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിനോട് ചോദിക്കുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ സന്തോഷിക്കുകയും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സന്തോഷങ്ങൾ ദൈവം നമുക്ക് കരുതിയിട്ടുണ്ടാകും. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും ലഭ്യമല്ല. നെഗറ്റീവ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്ത് കേസിലും നമ്മൾ പോസിറ്റീവായിട്ട് ചിരിച്ച് മുമ്പോട്ട് പോക്കോ, നമ്മൾ അറിയാതെ നമ്മളിൽ എല്ലാ പോസിറ്റീവും വരും കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സാധ്യതയിലേക്ക് നിങ്ങളുടെ മനസ്സും ഹൃദയവും തുറക്കുക. ആ ദിശയിലേക്ക് നിങ്ങളെ നയിക്കപ്പെടും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളൊരു അവസരം, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പറഞ്ഞെടുത്ത് നമുക്ക് ഗൈഡൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ആ അവസരം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വളർച്ചയും വികസനവും നിങ്ങൾക്ക് വരുന്നു. ഈ അവസരം പ്രചോദനവും ഉൾക്കാഴ്ചയും നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം. അല്ലെങ്കിൽ ഇതിനകം നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടും ഉണ്ടാകാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. നിങ്ങളുടെ കരിയറിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളിപ്പോൾ ഒരു വീട് വാങ്ങാനോ അതുമല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ പുതിയൊരു പ്രണയത്തെ കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സാധ്യതയുടെ വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് കാര്യമാണോ, ഒരു കച്ചവടം നടത്താൻ, ഒരു ബിസിനസ്, ഒരു ജോലി സംബന്ധമായത്, പുതിയൊരു പ്രണയം, അല്ലെങ്കിൽ വീട്, സ്ഥലം, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളിതൊരു ജനറൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന വ്യക്തികൾ ഒരു കാര്യമായിട്ടല്ല, ഒരുപാട് കാര്യങ്ങളായിട്ടാണ് വരുന്നത്. അവർക്കെല്ലാമായിട്ടാണ് നമുക്ക് ഈ ഗൈഡൻസ് മെസ്സേജ്, ഈ ഏഞ്ചൽ നമുക്ക് മെസ്സേജ് തരുന്നത്. അപ്പം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്കുള്ള വാതിൽ തുറക്കാൻ പോകുന്നു. നിങ്ങൾ പോലും അറിയുന്നില്ല തുറക്കാൻ പോകുന്നു. നേരെ കടന്നു പോയിക്കോളൂ. നിങ്ങൾ ആ നേരെ കടന്നു പോയിക്കോളൂ. അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നു. നിങ്ങൾ നേരെ കടന്നു പോയിക്കോളൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്